വരെ ചെവി കേട്ടൂടെ? ഞാൻ പൊട്ടിയൊന്നുമല്ല. ഓഹോ, അപ്പൊ നിനക്ക് ചെവി കേൾക്കും. എന്തിനാ ഇവിടെ വന്നത്? ഇന്നെന്റെ പിറന്നാളാണ്. അതിന് ഞാനെന്ത് വേണം? ഇതാ ചോക്ലേറ്റ്. അത് നിന്റെ മറ്റവനെ കൊണ്ടു കൊടു. എന്റെ മറ്റവന് കൊടുക്കാനാ കൊണ്ടുവന്നത്. ആരാണ് നിന്റെ മറ്റവൻ? നിന്നെ എന്റെ കൈ കിട്ടും, സൂക്ഷിച്ചു. മാനെന്നും വിളിക്കില്ല ഡിങ്കി 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 ഡിങ്കി, മാനെന്നും വിളിക്കില്ല മയിലെന്നും വിളിക്കില്ല, മടത്തിൻ മണി വിളക്കി നിന്നെ ഞാൻ മോഹിനി. എന്നോട് പറയാതെ അവിടെ നിന്ന് പോകുന്നല്ലേ? ഇവിടെ എന്തിനു വന്നു? അല്ല, ഞാൻ വന്നപ്പോ ഇവിടെയാ. മോഹിനി ഇവിടെ? എന്റെ നാട് എവിടെയാ? ഹോട്ടലിൽ ജോലി വിട്ടു. അയ്യോ, ഇനി നമുക്ക് എന്നും കാണാം. വരും, വീട്ടിലേക്ക് പോകാം. എവിടെയാ താവളം? എന്റെ അച്ഛനറിയില്ലേ, മംഗളത്ത് പണിക്കൊരു കാര്യസ്ഥൻ. അയ്യോ, മോഹിനി പോയിക്കോ. വരണം. വരും, ഞാൻ കാത്തിരിക്കും. അയ്യോ, ഞാൻ വരും. സത്യമായിട്ടും എന്റെ അമ്മയാണ്. വാസു, എന്റെ മകളെ ചതിച്ചവൻ എന്ത് സംഭവിച്ചാലും എനിക്ക് ദുഃഖമില്ല. എന്തു വേണമെന്ന് പറഞ്ഞാൽ മതി. അത് ഞാൻ പറയാതെ തന്നെ നിനക്കറിയില്ലേ? എന്നെ എതിർത്തവരാരെങ്കിലും എന്ന് ജീവിച്ചിരിപ്പുണ്ടോ? ഇനി എന്നോട് പ്രത്യേകിച്ച് ഒന്നും പറയേണ്ടതില്ല. വാസു പോയിക്കോളൂ. ശേഖരന്റെ കാര്യം വേണ്ട വിധം കൈകാര്യം ചെയ്തോളൂ. ആ പഴി തോട് വെട്ടുന്ന കർഷകരുടെ മേൽച്ചാര. ഇപ്പോഴാളുകൾ അത് വിശ്വസിക്കുകയും ചെയ്യും. എവിടെ പോകുന്നതേ? വെറുതെ ഒന്ന് വെളിയിൽ പോവാ. പോകാൻ ഞാൻ കുളക്കടവിൽ ഒത്തിരി നേരം കാത്തു നിന്നു. എന്തിന്? എനിക്കൊരു രഹസ്യം പറയാനുണ്ടായിരുന്നു. ഒരു പെണ്ണിന്റെ രഹസ്യം നീ കേൾക്കണ്ട. എടി പെണ്ണെ, ഇതെടുത്തോണ്ട് പോടി. ഇതെടുത്തോണ്ട് പോവാൻ. നിങ്ങളിവിടെ വയൽ നികത്താൻ വന്നു, അതോ പെൺപിള്ളേരെ ഓടിക്കാനോ? നമ്മളാരാ? ഈ നാട്ടിലെ പെൺപിള്ളേരുടെ മേൽനോട്ടക്കാരനും. അതറിഞ്ഞേ നീ പോകൂ അല്ലേ? അതാണ് എന്റെ സ്വഭാവം. ആ സ്വഭാവം ഇവിടെ ചെലവാകൂല. ഇവിടെയും ചെലവാകുമെന്നൊന്ന് നോക്കണമല്ലോ. ഇവിടത്തെ പെൺപിള്ളേരുടെ പിറകെ ഓടിയാൽ അടിച്ചു പല്ലിതായിട്ട്, മനസ്സിലായോ? എനിക്കിഷ്ടമാണെങ്കിൽ അത് ഏത് നാട്ടിലും നടത്തും. ഇവിടെ വന്ന് എന്തും നടത്താമെന്ന് വിചാരിച്ചാൽ അതിനുള്ള സമ്മാനം ഇതാണ്.
അടിക്കനിയ അടിക്ക. ഓഹോ, അടവ് മാറ്റി നോക്കുകയാണല്ലേ? എന്നെ നിനക്ക് മനസ്സിലായില്ലല്ലേ? നിന്റെ ചേട്ടൻ രവിയാനടാ ഞാൻ. നിന്റെ പുറത്തുള്ള ഈ പാട് നീ ഓർമ്മിക്കുന്നില്ലേ? കൊച്ചുനാളിൽ എന്റെ കൈതെറ്റി തിളച്ച പാല് നിന്റെ മുതുകിൽ വീണാ നീ മറന്നുപോയോ? ഇതാമിന് പാല്. അന്ന് ആ ദുഷ്ടന്മാരുടെ പിടിയിൽപ്പെടാതിരിക്കാൻ നിന്നെയും അനുജത്തിയും ഒളിച്ചിരിക്കാൻ പറഞ്ഞിട്ട് ഞാൻ ഓടിപ്പോയത് നിനക്ക് ഓർമ്മയില്ലേ? ചേട്ടാ, ചേട്ടാ, സാരമില്ല. ഞാൻ സുശീലേ, സുശീലേ, അവൾ ഇതെല്ലാം കണ്ടുപോയെന്ന് ഓടിപ്പോ വീട്ടിലെത്തിയിരിക്കും. അവൾ ചേട്ടന്റെ, അവൾ എന്റെ അനുജത്തി. അവളുടെ അച്ഛനാണ് എന്നെ വളർത്തിയത്. സുഖു, നമ്മുടെ അമ്മണി എവിടെ? അവൾക്ക് സുഖമാണോ? അവൾക്ക് എന്തു പറ്റി? കൈവിട്ടുപോയി ചേട്ടാ. അന്നു മുതൽ നിങ്ങളെ രണ്ടുപേരെയും ഞാൻ അന്വേഷിക്കാത്ത സ്ഥലമില്ല. എന്നെങ്കിലും നിങ്ങളെ കണ്ടെത്താൻ കഴിയുമെന്നായിരുന്നു എന്റെ വിശ്വാസം. നമ്മളെ തെരുവിലിറക്കിയവന്മാരെ. ചേട്ടാ, എന്തു പറ്റി? ഒന്നുമില്ല, വരൂ, എല്ലാം വിശദമായി പറയാം. ഇവിടെ വന്നത്